വിശ്വസിക്കില്ല. നീതു മാത്രമല്ല, എന്നെ പരിചയപ്പെട്ട ആരും വിശ്വസിക്കില്ല. പക്ഷേ സത്യം അതാണ്. ഇങ്ങനത്തെ ഒരു സത്യം അറിയാതിരിക്കുന്ന നല്ലത്. ബാലു പറയുന്നത് ജീവിക്കാൻ വേണ്ടിയെന്ന് മറ്റൊരു മാർഗമില്ലേ? നീതുവിനൊരു വീടുണ്ട്. സ്നേഹിക്കാനും താലോലിക്കാനും അച്ഛന്റെ സ്ഥാനത്തൊരാളുണ്ട്. എനിക്കോ ഓർമ്മയെത്തുമ്പം ഞാൻ തെരുവിലായിരുന്നു. അവിടെ കിട്ടിയ കൂട്ടുകാർ, അവരോടൊത്തുള്ള ജീവിതം, നിയന്ത്രിക്കാനും ശാസിക്കാനും ആരും ഉണ്ടായിരുന്നില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ ഓടിയെത്തുന്ന അമ്മയുടെ ചിത്രങ്ങൾ, സ്വപ്നത്തിൽ മാത്രം കിട്ടുന്ന അവരുടെ സ്നേഹവും ലാളനയും. ഈ സാഹചര്യത്തിലും വലിയ ആളാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അക്ഷരങ്ങൾ ഒരുവിട്ട് ഓരോ വാക്കുകൾ സ്വന്തമാക്കുമ്പോഴും വയറ്റിൽ വിശപ്പായിരുന്നു. സോറി, ഒരിക്കലും ആരോടും പറയരുതെന്ന് വിചാരിച്ച കാര്യങ്ങളാണ്. ഞാൻ കള്ളനാണ്. നീത്തുവിന്റെ സ്നേഹം പോലും ഞാൻ കട്ടെടുത്താണ്, നുണ പറഞ്ഞു. പ്ലീസ്, ഇതൊന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് കേൾക്കണ്ട. ഒരിക്കൽ കൂടി ഞാൻ വന്നു. നീതു വിളിച്ചതുകൊണ്ട് നമുക്ക് ഇവിടെ പിരിയാം. പിരിയാം. എന്റെ ആവശ്യമല്ല. പിരിയണമെന്ന് ബാലുവിന് തോന്നിയെങ്കിൽ പിരിയാം. നീതു, നിന്റെ മനസ്സ് വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ചിന്തിച്ചത്. ബാലു ഒരു കള്ളനാണ്, ആരോരും ഇല്ലാത്തവനാണ്. ആ കാരണം കൊണ്ട് എനിക്ക് ബാലു അല്ലാതാകുന്നില്ല. ഞാൻ വന്നത് വീട്ടിലേക്ക് വിളിക്കാനാണ്, 4 പേരെയും. അച്ഛൻ പറഞ്ഞു, വരൂ, ഞങ്ങൾ കാത്തിരിക്കും.